ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നോർമലി കോമഡീസൊക്കെ ഞാൻ ഷോർട്സിലാണ് ഇടാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോമഡി ഞാൻ ഇപ്പോൾ വീഡിയോ ആയിട്ടിരിക്കുന്നത്, അതായത് 2 വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ഒറിജിനൽ വീഡിയോയും, അതായത് ഞങ്ങൾ നന്നായിട്ട് എടുക്കുന്ന രീതിയിലും, പിന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രാണനെ ശ്രദ്ധിക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഫസ്റ്റ് വരുന്നത്, പിന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത് വരുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ചെയ്യുന്നത് പ്രാണിൻ്റെ ലിപ്സും പ്രാണിൻ്റെ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അവൻ ഇങ്ങോട്ട്, അതായത് ക്യാമറയിലോട്ട് നോക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞാൻ അവനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സംഭവം ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പം അത് ഭയങ്കര ഫണ്ണിയായിട്ട് ഞങ്ങൾക്ക് തോന്നി. അത് നിങ്ങൾക്ക് തോന്നുമെന്ന് അറിയത്തില്ല, പക്ഷേ എന്നാലും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് വീഡിയോ വരുന്നതാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വീഡിയോ. പിന്നെ രണ്ടാമത്തെ ഭാഗം വരുന്നത് ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്ത് നോർമലായിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് അത് വരുന്നത്. സോ ഫസ്റ്റ് ഭാഗം നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, എന്നിട്ട് കമൻറ്റ് ചെയ്യാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പ്രാണിനെ മാത്രം നോക്കുക. ദാ പ്രാൺ, വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാനാ നമ്പർ കൊടുത്ത ചേച്ചിക്ക്. പിന്നെ ഇത്തിരി സീരിയസ് ആവണം കേട്ടോ. എനിക്ക് ഒരുപാട് കല്യാണ ഓഫറുകളൊക്കെ വരുന്നു. ചേട്ടാ, എന്നെ നിർത്താൻ സമയം എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നീ പറയും പോലെ അങ്ങ് വിളിച്ചിറങ്ങിക്കൊണ്ട് പോകാൻ പറ്റുമോ? പിന്നെ നീ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണാണ്. നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോയി ഞാൻ ഭയങ്കര കേസാവും. പോസ്കോ ചുമത്തും എന്റെ തലയിൽ. അണ്ണ എന്തോ സംസാരിക്കുന്നേ? അണ്ണ, ഞാൻ 10ാം ക്ലാസ്സിൽ 5 പ്രാവശ്യം തോറ്റു. ഇപ്പൊ തന്നെ 19 വയസ്സായി. എന്റെ മൂക്കിൽ പല്ല് വരും. എവിടെയും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോ. എന്തെങ്കിലും പറ. നിന്നെ ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നല്ലേ, ഇന്ന് 11 മണിയാകുമ്പോ നമുക്ക് ഇവിടെ നിന്ന് പോണം. ഞാൻ നിന്നെ കൊണ്ട് പോകും. ഇന്ന് 11 മണിക്ക്. അയ്യോ, എനിക്ക് നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിൽക്കുകയല്ലേ. നീ ചുണ്ടൊന്നും ഇങ്ങനെ ഇട്ട് മരത്തല്ലേ. നീ സമാധാനപ്പെട്ട് ഞാൻ റെഡിയാക്കാം. 11 മണിയാകുമ്പോ ഞാൻ കാറും കൊണ്ട് വെളിയിൽ വരും. രാത്രി 11 മണിക്ക്. ഞാൻ എങ്ങനെ അറിയാം ചേട്ടൻ വരുമ്പോഴത്തേക്ക്? ഞാൻ അവിടെ വന്നിട്ട് ഒരു പൂച്ചേരെ ശബ്ദം ഉണ്ടാക്കും. എങ്ങനെ? അപ്പൊ ഞാനും നീയും തിരിച്ചു. 11 മണി സമയമാണ്. കണ്ടം പൂച്ചകൾ കുന്നം പൂച്ചകളൊക്കെ വേറെ വിളിക്കും. കേട്ടാ ഇറങ്ങി പോകരുത് കേട്ടാ. എന്റെ കൂടെ വരണം. ഓക്കെ ആണല്ലേ? അത്രയും മതി എനിക്ക്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ വരാൻ ഞാനാ നമ്പർ കൊടുത്ത ചേച്ചിക്ക്. പിന്നെ ഇത്തിരി സീരിയസ് ആവണം കേട്ടോ. എനിക്ക് ഒരുപാട് കല്യാണ ഓഫറുകളൊക്കെ വരുന്നു. ചേട്ടാ, എന്നെ നിർത്താൻ സമയം എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നീ പറയും പോലെ അങ്ങ് വിളിച്ചിറങ്ങിക്കൊണ്ട് പോകാൻ പറ്റുമോ? പിന്നെ നീ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണാണ്. നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോയി ഞാൻ ഭയങ്കര കേസാവും. പോസ്കോ ചുമത്തും എന്റെ തലയിൽ. അണ്ണ എന്തോ സംസാരിക്കുന്നേ? അണ്ണ, ഞാൻ 10ാം ക്ലാസ്സിൽ 5 പ്രാവശ്യം തോറ്റു. ഇപ്പൊ തന്നെ 19 വയസ്സായി. എന്റെ മൂക്കിൽ പല്ല് വരും. എവിടെയും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോ. എന്തെങ്കിലും പറ. നിന്നെ ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നല്ലേ, ഇന്ന് 11 മണിയാകുമ്പോ നമുക്ക് ഇവിടെ നിന്ന് പോണം. ഞാൻ നിന്നെ കൊണ്ട് പോകും. ഇന്ന് 11 മണിക്ക്. അയ്യോ, എനിക്ക് നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിൽക്കുകയല്ലേ. നീ ചുണ്ടൊന്നും ഇങ്ങനെ ഇട്ട് മരത്തല്ലേ. നീ സമാധാനപ്പെട്ട് ഞാൻ റെഡിയാക്കാം. 11 മണിയാകുമ്പോ ഞാൻ കാറും കൊണ്ട് വെളിയിൽ വരും. രാത്രി 11 മണിക്ക്. ഞാൻ എങ്ങനെ അറിയാം ചേട്ടൻ വരുമ്പോഴത്തേക്ക്? ഞാൻ അവിടെ വന്നിട്ട് ഒരു പൂച്ചേരെ ശബ്ദം ഉണ്ടാക്കും. എങ്ങനെ? അപ്പൊ ഞാനും നീയും തിരിച്ചു. 11 മണി സമയമാണ്. കണ്ടം പൂച്ചകൾ കുന്നം പൂച്ചകളൊക്കെ വേറെ വിളിക്കും. കേട്ടാ ഇറങ്ങി പോകരുത് കേട്ടാ. എന്റെ കൂടെ വരണം. ഓക്കെ ആണല്ലേ? അത്രയും മതി എനിക്ക്.